നമസ്കാരം. നഗരസഭാ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകാനിടയാക്കിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട്. മുതിർന്ന ബി.ജെ.പി കൗൺസിലർ കെ.വി. പ്രഭയെ സസ്പെൻഡ് ചെയ്തതാണ് നിലവിൽ അവിശ്വാസം വരാൻ കാരണം. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അവിശ്വാസത്തിലെ തോൽവി ഭയന്ന് രാജിവയ്ക്കേണ്ടിയും വന്നു. ജില്ലാ നേതൃത്വം കാണിച്ച മണ്ടത്തരം സംസ്ഥാന നേതൃത്വം ആവർത്തിച്ചതോടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഭരണസമിതി അസ്ഥിരമാവുകയായിരുന്നു. ശബരിമല യുവതീ പ്രവേശന സമരത്തിന്റെ ചുവട് പിടിച്ചു നടത്തിയ പ്രചരണത്തിനൊടുവിൽ നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ബി.ജെ.പി ഭരണസമിതി വീണത് മറ്റൊരു മണ്ഡലകാലത്താണ് എന്നത് വിരോധാഭാസമായി. 33 അംഗ നഗരസഭയിൽ ബി.ജെ.പി 18, എൽ.ഡി.എഫ് 9, യു.ഡി.എഫ് 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഭരണം ലഭിച്ചപ്പോൾ തന്നെ ആദ്യ മണ്ടത്തരം കാണിച്ചു. CPM-ൽ നിന്ന് ചേക്കേറിയ സുശീല സന്തോഷിനെ ജനറൽ സീറ്റിൽ ചെയർപേഴ്സൺ ആക്കിയതായിരുന്നു അത്. പന്തളം പഞ്ചായത്തായിരിക്കുമ്പോൾ മുതൽ ഏത് വാർഡിൽ നിന്നാലും പുഷ്പം പോലെ ജയിക്കുന്ന മുതിർന്ന ബി.ജെ.പി നേതാവ് കെ.വി. പ്രഭയ്ക്ക് ചെയർമാൻ സ്ഥാനം ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത്. അതല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന നിലയിൽ പി. അച്ഛൻകുഞ്ഞിനെ ചെയർമാനാക്കുമെന്ന് കരുതി. എന്നാൽ സുശീലയെ ചെയർപേഴ്സണാക്കി ഞെട്ടിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തത്. അവർക്ക് പറയാൻ ന്യായമുണ്ടായിരുന്നു. ശബരിമല യുവതീ പ്രവേശന സമരത്തിൽ ഏറെയും അണിനിരന്നത് സ്ത്രീകളാണ്. ആചാരം രക്ഷിക്കാൻ വേണ്ടി പോരാടിയ സ്ത്രീകൾ തന്നെ അയ്യപ്പന്റെ ജന്മഗേഹത്തിലെ നഗരസഭ ഭരിക്കട്ടെ എന്നായിരുന്നു തീരുമാനം. ഭരണസമിതി അധികാരത്തിലേറിയതിന് പിന്നാലെ അസ്വാരസ്യങ്ങളും തുടങ്ങി. ബി.ജെ.പി കൗൺസിലർമാരിൽ ഏറെയും സ്ത്രീകളായിരുന്നു. കെ.വി. പ്രഭ ഒരു വശത്ത്, അസംതൃപ്തരായ മറ്റു കൗൺസിലർമാർ മറ്റൊരു വശത്ത്. ചെയർമാൻ സ്ഥാനം സ്വപ്നം കണ്ടിരുന്ന പ്രഭ വിമത ശബ്ദം ഉയർത്തി. എന്തുകൊണ്ടും ചെയർമാൻ സ്ഥാനത്തിന് അർഹനായി തന്നെ തഴഞ്ഞതിലുള്ള പ്രഭയുടെ നിരാശ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു. പ്രഭയും ചെയർപേഴ്സൺ സുശീല സന്തോഷും തമ്മിലെ തർക്കവും ചീത്തവിളിയും സമൂഹമാധ്യമങ്ങളിൽ വരെ വൈറലായിരുന്നു. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം പലതവണ സംസ്ഥാന കമ്മിറ്റി മുൻപിലെത്തിയെങ്കിലും ബി.ജെ.പി നേതൃത്വം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. ഒടുവിൽ പ്രഭയെ സസ്പെൻഡ് ചെയ്യുക എന്ന വിഡ്ഢിത്തരമാണ് നേതൃത്വം കാണിച്ചത്. കാത്തിരുന്ന പ്രതിപക്ഷം പ്രഭയെയും ബി.ജെ.പിയിലെ മറ്റ് 2 കൗൺസിലർമാരെയും കൂട്ടുപിടിച്ചതോടെ അട്ടിമറിക്ക് കളമൊരുങ്ങുകയായിരുന്നു. കെ.വി. പ്രഭയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ കൂറുമാറ്റ നിരോധനം എന്ന കടമ്പ കടന്നുകിട്ടി. ഇനി പ്രഭയുടെ കളിയാണ്. പ്രതിപക്ഷമായ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും പിന്തുണയോടെ പ്രഭ ചെയർമാനാകും. ബി.ജെ.പി കൗൺസിലർമാരിൽ ചിലരുടെ വോട്ട് കൂടി ലഭിക്കുന്നത് ഭൂരിപക്ഷം നേടാനും സഹായിക്കും. ചുരുക്കത്തിൽ ബി.ജെ.പി നേതാക്കളുടെ മണ്ടത്തരം കാരണമാണ് നഗരസഭാ ഭരണം നഷ്ടമായിരിക്കുന്നത്. പതനം ഉറപ്പായ സാഹചര്യത്തിൽ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും ഇന്നലെ വൈകിട്ട് 5-ന് രാജിവയ്ക്കുകയായിരുന്നു. സെക്രട്ടറി E.B. അനിതയ്ക്കാണ് ഇരുവരും രാജിക്കത്ത് നൽകിയത്. ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V.S. സൂരജ്, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് അയരൂർ എന്നിവരുമായി നഗരസഭയുടെ ഓഫീസ് മുറിയിൽ ഇന്നലെ ഉച്ച മുതൽ നടന്ന തിരക്കിട്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും രാജിക്കത്ത് കൈമാറിയത്. ബി.ജെ.പിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ പാർലമെന്ററി പാർട്ടി ലീഡർ കെ.വി. പ്രഭയുടെ പിന്തുണയോടെ നവംബർ 21-നാണ് എൽ.ഡി.എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തെക്കൻ കേരളത്തിൽ ബി.ജെ.പി ഭരിക്കുന്ന ഏക നഗരസഭയാണിത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാജി വാർത്തയെത്തിയത്. എന്നാൽ മുൻ നിശ്ചയപ്രകാരം റിട്ടേണിംഗ് ഓഫീസർ പത്തനംതിട്ട LSGD ജോയിന്റ് ഡയറക്ടർ A.S. നൈസാം ഇന്ന് നഗരസഭാ ഓഫീസിൽ എത്തി മേൽ നടപടി സ്വീകരിക്കും.